കീർത്തി, ഡീ, എന്താമേ? നിന്നോട് ആരാ പറഞ്ഞ ഈ ജനലും വാതിലൊക്കെ തുറന്നിടാൻ? അത് കുറച്ച് കാറ്റും വെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാറ്റിന് ഫാനുണ്ട്, വെളിച്ചത്തിന് ലൈറ്റും ഉണ്ട്, അത് മതി. നിന്റെ ഉദ്ദേശം അതൊന്നും അല്ലല്ലോ. അവൻ ഇവിടെ ഇല്ലെന്ന് വെച്ച് നീ തോന്നിവാസം കാണിക്കാൻ പുറപ്പെട്ടിരിക്കുക. അമ്മേ, ഏട്ടൻ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് എന്തും പറയാന്ന് വിചാരിക്കരുത്. അവൻ നിന്റെ കൂടെ ഇല്ല എന്നുള്ള ചിന്ത നിനക്കും വേണം. അവൻ വിദേശത്ത് പോയിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. അതിനു മുന്നേ തുടങ്ങി അവളുടെ ഇളക്കം. പിടിച്ചില്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ ഇനി എന്നാ എന്നെയും കൂടെ ഗൾഫിൽ കൊണ്ടുപോകുന്നേ? എനിക്കിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ, ഭ്രാന്ത് പിടിക്കുന്നു. എടി, ഞാൻ നോക്കാത്തോണ്ടല്ലോ, വിസയൊന്നും ശരിയാവണ്ടേ. നിനക്ക് ബോറടിക്കുന്നെങ്കിൽ നീ അമ്മയോട് ചോദിച്ചിട്ട് ഒരു 2 days വീട്ടിൽ പോയി നിൽക്കി. ഏട്ടൻ ക്യാഷ് അയച്ചായിരുന്നോ? അത് ഞാൻ അപ്പോഴും അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അതിനെന്താ, നീ അമ്മയോട് ചോദിച്ചു മേടിക്കേ, കുഴപ്പമില്ല. പിന്നെ എന്നെ അവിടെ വിളിക്കുന്നുണ്ട്. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ ഏട്ടാ, അമ്മേ, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാനാ. അതിനിടയ്ക്ക് അവനെ വിളിച്ച് അന്വേഷിച്ചല്ലോ കാശ് ഇട്ടോന്ന്. ഞാനൊരു 2000 രൂപ ഇട്ടേക്കാം. പിന്നെ എപ്പോഴും ഇങ്ങനെ ക്യാഷ് ചോദിച്ചാൽ എന്റെയിലും ഒന്നുമില്ല എടുത്തു തരാൻ. അപ്പൊ അവ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലോ നിനക്കറിയണോ? 2000 ഇട്ടിട്ടുണ്ട്, നോക്കിയും കണ്ട് ചെലവാക്കിയാ മതി. ആ, ഒരു ചായ ഇട്ടുണ്ടോ? ഉടനെ കെട്ടിയോനെ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു കാശിട്ടോന്ന്. ഇത് കീർത്തി മോളല്ലേ? മോളങ്ങ് വല്ലാതങ്ങ് വാടിപ്പോയല്ലോ മോളെ. എവിടെ പോണു? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. അമ്മ വീട്ടിലുണ്ട്, ആന്റി അങ്ങോട്ട് ചെല്ലും. അരുണിന്റെ ക്യാഷ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അതായിരിക്കും വലിയ പർച്ചേസ് ഒക്കെ. മോളൊരു വണ്ടിയൊക്കെ അങ്ങ് എടുക്കാത്തത്. അരുണിനോട് വലിയ ശമ്പളമാണെന്നൊക്കെ ആണല്ലോ ഞാൻ അറിയുന്നത്. സുഖ ജീവിതമാണല്ലേ? അല്ല ആന്റി, അത് മോള് പോ, ഞാൻ മോളെ അമ്മായി കണ്ടിട്ട് പോ. ഓക്കെ, കെട്ടിയോൻ പോലും അടുത്തില്ല. ഇപ്പോൾ ആരെ കാണാ ഇങ്ങനെ ഒരുക്കി ചമഞ്ഞ് നടക്കുന്നു? അയ്യോ, പറഞ്ഞ് നാക്ക് വായിന്നെടുത്തില്ല. അവളത് ആരടുത്ത് കിടന്ന് കൊഞ്ചിക്കൊഴയണത്? കീർത്തിയല്ലേ? അതെ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ അരുണിന്റെ അച്ഛന്റെ അകന്ന ഒരു ബന്ധുവിന്റെ കൂട്ടുകാരന്. അരുൺ ഗൾഫിൽ പോയത് ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത്. ഇനി എപ്പോഴാ തിരിച്ചു വരണേ? 2 വർഷമായി പോയിട്ട്. ഇനി എന്നാ തിരിച്ച് നാട്ടിലേക്കെന്ന് അറിയില്ല. ഏതോ കളവനാണെന്ന് തോന്നുന്നു. ഭർത്താവ് കുറെ കാലം കൊണ്ട് ഗൾഫിലല്ലേ. കളവനായാലെന്ത്, ചെറുപ്പക്കാരനായാലും. ഇവളെ അമ്മായി അമ്മയുടെ അടുത്ത് മരുമകളുടെ കൊണാധികാരം ഒക്കെ പറഞ്ഞിട്ട് എന്നെ ബാക്കിക്കായി. എനിക്ക് മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ വിഷമം. നല്ലൊരു പ്രായമല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക്? സാരമില്ല, എനിക്കും കൂടി വേണ്ടിട്ടാണല്ലോ അരുണേട്ട പോയി കഷ്ടപ്പെടുന്നത്. അത് ശരി തന്നെ. എന്നാലും ഈ പ്രായത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കാണും. അത് ഓർക്കുമ്പോഴാ. അമ്മാവൻ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അമ്മ ഒന്ന് പോയേ. എനിക്ക് ആ നമ്പർ തന്നിട്ട് പോ, ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചോളാം. കൈ എടുക്കണ വയസ്സിന് മൂത്തയാളെ ഞാൻ നോക്കൂല. ചെരുപ്പൂരി ഒന്നും തന്നാണ്ടല്ലോ. ദിവസം കാലത്ത് അയാളൊരു സൂക്കേട്. ഭാഗ്യം ആരും കണ്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അപ്ഡേറ്റഡ് അല്ല. ആ, ഇതാരും ഗിരിച്ച് വാ, ഇരിക്ക്. നീ സുഖായിരിക്കുന്നോ? സുഖം. അവൻ വിളിക്കാറൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും വിളിക്കും. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി വിളിക്കാറൊന്നുമില്ല. അവൻ വല്ല ജോലിയിലും ആയിരിക്കില്ലേ. ഇനി ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, സദാ നേരം കിടന്ന് ചുമ്മാ വിളിയ. ഇവിടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവൻ ഗൾഫിൽ കയറി പോയത്. അവൻ പൈസ ആർക്കാ അയക്കുന്നേ? എനിക്ക്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിലേ പൈസ എല്ലാം വന്ന് അവളെ ബാങ്ക് അക്കൗണ്ട് അങ്ങ് വലുതാവും. പിന്നെ ഇവിടുത്തെ കൊച്ചമ്മ ആരാ? അവളായിരിക്കും. അത് ശരിയാ. ഇപ്പൊ കടയിൽ പോണോന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി പോയിട്ടുണ്ട്. ഞാൻ കണ്ടു വഴിയിൽ വെച്ച് എന്തോ പർച്ചേസിന് പോവാന്നൊക്കെ പറഞ്ഞു. എന്തൊരിളക്കവാടിയാ പെണ്ണിന്. ഭർത്താവ് ഇവിടെ ഇല്ലാത്തല്ലേ, കുറച്ച് കണക്കും ഒതുക്കൊക്കെ വേണ്ടേ? നാണക്കേട്. അത് മാത്രം. ഞാൻ നോക്കിയപ്പോണ്ടാ നാട് റോഡിൽ നിന്ന് ഒരുത്തനോട്ട് കൊഞ്ചിക്കൊഴഞ്ഞങ്ങനെ നിക്കുക. എടി, ഇതൊക്കെ അറിഞ്ഞാലേ നിന്റെ മോനല്ലേ നാണക്കേട്. എവളെ കൊണ്ട്
ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. നിക്കടി അവിടെ. പോയിട്ട് എത്ര നേരമായി? ആ ഗിരിജ പറഞ്ഞല്ലോ നിന്നെ കണ്ടെന്ന്. ഏവന്റെ കൂടെ ആയിരുന്നു നട റോഡിൽ നിന്ന് സംസാരം. നാണം കെട്ടവളെ, നീ എന്റെ മോന്റെ മാനം കെടുത്തു. മോങ്ങണ്ട, കണ്ണീരൊഴുക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് സംഭവിച്ചേ? അമ്മേ അത് അവിടെ വെച്ചിട്ട് നാണക്കേട്. പ്രായമായവരെ പോലെ നീ വെറുതെ വിടില്ലേ? അമ്മേ ഞാനല്ല, അയാളാ എന്നോട്. മതി നിർത്ത്. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. എന്റെ മോൻ വല്ലത് ഇത് അറിഞ്ഞ അവിടെ ഇരിക്കുന്നവൻ നീ ഒരു സമാധാനം കൊടുക്കരുത് കേട്ടോ. ഏട്ടാ എന്തായി വിസയുടെ കാര്യം? നീ ഇങ്ങനെ വെപ്രാളം പിടിക്കല്ലേ. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ല, സമയമെടുക്കും. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചു. ആ അത് പറഞ്ഞപ്പോഴാ, നീ വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് ഇപ്പൊ ഇടയ്ക്ക് തലകറക്കൊക്കെ വരുന്നുണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നീ കൂടെ വേണം. അമ്മയ്ക്ക് എപ്പോഴാ തലകറക്കം വന്നേ? എന്റെ വയ്യായികൊന്നും ഞാൻ ആരോടും പറഞ്ഞു നടക്കാറില്ലല്ലോ. നിന്നെ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. നിനക്കിപ്പോ നിന്റെ പെണ്ണുപിള്ളെ വിളിക്കാനല്ലേ സമയമുള്ളൂ, നിനക്ക് എന്നെ വിളിക്കാൻ വയ്യ. അമ്മേ, ഇവളോട് സംസാരിച്ചിട്ട് അമ്മയെ വിളിക്കാൻ പോകുമായിരുന്നു. നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ? ആ ഞാൻ ദേ പോകാറങ്ങുവാ. പിന്നെ നീ എന്തിനാ വെറുതെ ഇവളോട് സംസാരിച്ച സമയം കളയുന്നു? നീ ഇറങ്ങാൻ നോക്ക്, ഞാൻ കട്ട് ചെയ്യുവോ. നിനക്കിപ്പോ വീട്ടിൽ പോയിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇവിടെ എന്റെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും? ഞാൻ ഏട്ടനോട് ഗൾഫിൽ പോയ അമ്മ എന്ത് ചെയ്യും? അല്ലേ, നിന്നെ അവൻ ഗൾഫിൽ കൊണ്ടുപോകാനോ? അവൻ ഇപ്പൊ തന്നെ അവിടെ വേണ്ട ചെലവാ. നീ നിന്നെയും കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണം അധികം ചെലവിന് അവൻ പിച്ചച്ചട്ടി എടുക്കാൻ. ഈ വീടിന്റെ ലോൺ തന്നെ അടയ്ക്കാനുണ്ട് 50 ലക്ഷം. അതൊക്കെ ഇനി എന്നടച്ച് തീരുവോ എന്തോ. പെണ്ണിന്റെ പൂതിയുള്ള. ഞാൻ അയച്ചെന്ന ഫോട്ടോ നീ കണ്ടോ? എങ്ങനെയുണ്ട്? എൻ്റെ മോൻ്റെ ഗിഫ്റ്റാ. ഒരു 5 പവൻ വരും. നാളെ കുടുംബശ്രീക്ക് ഇട്ടിട്ട് വേണം എനിക്കൊന്ന് വരസാൻ. ശരിയടി, ഞാൻ പിന്നെ വിളിക്കാമേ. ഈ മാല ഏതാ അമ്മേ? ഇതെന്റെ മോൻ മേടിച്ചു തന്നതാ. അമ്മേ കള്ളം പറയരുത്. ഏട്ടൻ പറഞ്ഞതാ ഈ മാസം അയക്കാൻ അധികം പൈസ ഇല്ലാന്ന്. എന്നിട്ട് ഇത്രയും വലിയ മാല ഏട്ടൻ വാങ്ങിത്തരുമോ? ഇതെന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ എടുത്ത് ഞാൻ മേടിച്ചതാ. അമ്മ ഇന്നലെ കൂടെ പറഞ്ഞല്ലേ ഉള്ളൂ ലോൺ അടയ്ക്കാൻ പോലും പൈസ ഇല്ലാന്ന്. എന്റെ അമ്മക്ക് എങ്ങനെ ഇത് വാങ്ങിക്കാൻ തോന്നി? ഇതേ എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ മേടിച്ചതാ, അല്ല നിന്റെ കാശിനല്ല. അമ്മേ ഏട്ടൻ കഷ്ടപ്പെടുന്നത് അമ്മയ്ക്കും എനിക്കും വേണ്ടിട്ടാ. ഇത്രയും നാളെ ഏട്ടൻ കഷ്ടപ്പെട്ട പൈസയാ അമ്മയുടെ ഈ കഴുത്തി കിടക്കുന്നത്. ഇതെന്തായാലും ശരിയായില്ല. അവനെ ഇപ്പോഴല്ലേ കഷ്ടപ്പെടാൻ തുടങ്ങിയത്. അവനെ ഇതുപോലെ വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഈ വിധത്തിലാക്കിയത്. അതുകൊണ്ട് ഇപ്പോ അവന്റെ കാശെടുത്ത് ഒരു മാല മേടിച്ചെന്ന് പറഞ്ഞ് അവൻ എന്നെ ഒന്നും പറയാൻ പോണില്ല. നീ ഇപ്പോ ഇതിന്റെ പണി നോക്ക്. മാല ഇട്ടാത്തതിന്റെ ഒരു അസൂയ. കീർത്തി, ഡേ കീർത്തി. ആ എന്താ അമ്മേ? ഞാനൊന്ന് പുറത്തു പോവാ. ഏട്ടൻ വിളിച്ചായിരുന്നോ? ഇന്നലെ രാത്രി തൊട്ട് വിളിക്കുവാ, കിട്ടുന്നില്ല. എന്തിനാ അവനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഫ്രീ ആകുമ്പോ അവ ഇങ്ങോട്ട് വിളിച്ചോളൂ. കഥവ് പൊട്ടിക്കോ, ഞാനിപ്പോ ഇങ്ങെത്തും. അതിന് ഞാനില്ലാന്ന് വെച്ച് നീ വീടിനകത്തോട്ട് ആരെയും വിളിച്ച് കയറ്റാൻ നിൽക്കണ്ട. കൂട്ടിക്കോ. അഭിഷേകോ എന്താടാ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നപ്പോ ഇറങ്ങിയത്. അരുൺ ചേട്ടൻ പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. എനിക്ക് സുഖം തന്നെ. സുഖം തന്നെ. അല്ല എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല, നമുക്കത് അറിയാൻ സംസാരിക്കാം. അല്ല ഞാൻ പുറത്തോട്ട് പോയി ഇറങ്ങുമായിരുന്നു. എന്നാ പറഞ്ഞോ ഡ്രോപ്പ്. അല്ല ഓഹോ, അപ്പൊ ഞാൻ പോയ തക്കത്തിന് കൊള്ളാലോ നീ. അമ്മ ഇത് മിണ്ടരുന്ന് നീ. നീ ഏതാടാ ചെക്ക? കൈയും കലാശവും കാണിച്ച് തൊലിവെളുപ്പുള്ള ചെക്കന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കുന്നു. അമ്മ അനാവശ്യം പറയരുത്. ഇത് അരുണേട്ടന്റെ ഫ്രണ്ടാണ്. ഓഹോ, അപ്പൊ അവൻ പോയപ്പോ തൊട്ടുള്ള പരിപാടിയാണോ? അവൻ പോയപ്പോ അവന്റെ കൂട്ടുകാരൻ വെടിമരുന്ന് തീപ്പെട്ടിയും കൂടെ അടുത്തടുത്ത് വെച്ചാ പിന്നെ പറയണോ? ആന്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരാടാ നിന്റെ ആന്റി? എനിക്ക് എവളോടാ സംസാരിക്കാനുള്ളത്? അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഒരാണും പെണ്ണും അടുത്തടുത്ത് നിന്നാ അപ്പൊ അവിഹിതമാണോ? എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല. ഏട്ടനെ പോലും അമ്മ വിളിക്കാൻ സമ്മതിക്കില്ല, എന്റെ വീട്ടിൽ പോലും പോവാൻ സമ്മതിക്കത്തില്ല.
അമ്മയ്ക്ക് വേണ്ടത് ഒരു മരുമോളാണോ അമ്മയുടെ ആട്ടുതുപ്പ് കേൾക്കുന്ന ഒരു പട്ടിയാണോ? അഭി, ഏട്ടൻ പോയിട്ട് 2 വർഷമായി. അതുവരെ ഞാൻ ഇവിടെ എങ്ങനെയാ ജീവിച്ചെന്നറിയോ? ചത്താ ജീവിച്ചത്. എന്നിട്ട് ഇതുവരെ അമ്മയെ കുറിച്ചുള്ള ഒരു കുറ്റവും ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ അവനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവൻ ഞാൻ പറയുന്നതേ വിശ്വസിക്കും. ഫോണിലൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചാണ്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ എല്ലാം ബോധ്യമായി. പോട്ടെ പോട്ടെ. അമ്മയെ വിശ്വസിച്ചല്ലേ അമ്മ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്. മോനെ, നീ എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷേ ശരിക്കും സർപ്രൈസ് ആയത് ഞാനാ. ഇത് അഭി, എൻ്റെ ഫ്രണ്ടാ. എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നത് ഇവനാ. അമ്മയ്ക്ക് അമ്മയുടെ മരുമോളെ ചിലപ്പോൾ വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ നല്ല വിശ്വാസമാണ്. എന്നെ മറന്ന് അവളൊന്നും ചെയ്യില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. കീർത്തി, നിന്റെ വിസ റെഡി ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് ഗൾഫിൽ പോവാം. മോനെ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക്? എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നപ്പോഴും അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ? അപ്പോൾ ഇപ്പോഴും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. എന്തായാലും എൻ്റെ ഫ്രണ്ടിന് മുമ്പ് വെച്ച് എന്നെ എൻ്റെ വൈഫിനെയൊക്കെ കോമാളിയാക്കിയപ്പോൾ സമാധാനമായല്ലോ. വാടി വാടാ.